തമിഴ്നാട് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നീങ്ങുമ്പോൾ സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക്. നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ ആഞ്ഞടിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത നടനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പ്രകാശ് രാജ. പളനിയിൽ CPI സ്ഥാനാർത്ഥി N പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തവെയാണ് വിജയുടെ രാഷ്ട്രീയ മോഹങ്ങളെ പ്രകാശ് രാജ കടുത്ത ഭാഷയിൽ ചോദ്യം ചെയ്തത്. ആരാധകരുടെ വിശ്വസ്തതയെ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. സിനിമയിലെ വേഷപ്പകർച്ചകൾ യഥാർത്ഥ ജീവിതത്തിലെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് പ്രകാശ് രാജ ഓർമ്മിപ്പിച്ചു. ഒരു സിനിമയിൽ വിജയ്ക്ക് ഡോക്ടറോ എഞ്ചിനീയറോ അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആകാം, എന്നാൽ അത് കേവലം തിരക്കഥയുടെ ഭാഗം മാത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സിനിമയിൽ വിജയ്ക്ക് ഡോക്ടറോ എഞ്ചിനീയറോ അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആകാം, എന്നാൽ അത് കേവലം തിരക്കഥയുടെ ഭാഗം മാത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സിനിമയിൽ മുഖ്യമന്ത്രിയായി അഭിനയിച്ചു എന്നതുകൊണ്ട് രാഷ്ട്രീയത്തിലെത്തിയാൽ ഉടൻ മുഖ്യമന്ത്രിയാകാമെന്ന് സ്വയം കരുതുന്നത് അബദ്ധമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണെന്ന യാഥാർത്ഥ്യം വിജയ് തിരിച്ചറിയണമെന്നും പ്രകാശ് രാജ് കൂട്ടിച്ചേർത്തു. തമിഴ്നാട് വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ വിജയ് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് പ്രകാശ് രാജ് പ്രധാനമായും ഉന്നയിച്ചത്. ജനങ്ങൾ ദുരിതം അനുഭവിച്ച ഘട്ടങ്ങളിലൊന്നും കാണാത്തയാൾ ഇപ്പോൾ വോട്ട് ചോദിച്ചു വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാത്തവർക്ക് എങ്ങനെ അവരെ നയിക്കാൻ കഴിയുമെന്ന ചോദ്യം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്നതാണ്. വെള്ളിത്തിരയിലെ നായകൻ യഥാർത്ഥ ജീവിതത്തിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തന്റെ പ്രിയപ്പെട്ട നടനു വേണ്ടി വെയിലത്ത് ക്യൂ നിൽക്കുന്നതും കട്ടൗട്ടുകൾ ഉയർത്തുന്നതും സ്വന്തം ജോലിയും കുടുംബവും അവഗണിച്ച് ടിക്കറ്റ് എടുക്കുന്നതും ആരാധകരുടെ സ്നേഹമാണ്. ആ സ്നേഹത്തെയും വിശ്വസ്തതയും സ്വന്തം രാഷ്ട്രീയ മോഹങ്ങൾക്കായി വിജയ് ആയുധമാക്കുകയാണെന്ന് പ്രകാശ് രാജ് ആരോപിച്ചു. ഒരു നടനോട് കാണിക്കുന്ന സൗഹൃദമോ പ്രണയമോ അല്ല രാഷ്ട്രീയം, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ആരാധകർ നൽകുന്ന പിന്തുണയെ വോട്ടാക്കി മാറ്റാനുള്ള നീക്കം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം പളനിയിൽ നടന്ന റാലിയിൽ വ്യക്തമാക്കി. തമിഴ് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള താരമാണ് വിജയ്. അദ്ദേഹത്തിന്റെ അഭിനയത്തെയും സിനിമകളെയും ഇഷ്ടപ്പെടാം. തിയേറ്ററിൽ പോയി വിസിൽ അടിക്കാം, എന്നാൽ വിസിൽ അടിക്കുന്നത് പോലെ എളുപ്പമല്ല നാട് ഭരിക്കുന്നത് എന്ന് പ്രകാശ് രാജ് ഓർമ്മിപ്പിച്ചു. നടിയോ നടനോ ആയതുകൊണ്ട് മാത്രം ഭരണം കൈമാറാൻ കഴിയില്ല. സിനിമയിലെ പ്രകടനം കണ്ട് നാടിന്റെ ഭാവി അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനം സിനിമയേക്കാൾ ഗൗരവമേറിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കേവലം AIADMKയും DMKയും തമ്മിലുള്ള പോരാട്ടമല്ലെന്ന് പ്രകാശ് രാജ് വിശേഷിപ്പിച്ചു. ഇത് ഐക്യത്തിനും വിഭജനത്തിനും ഇടയിലുള്ള വലിയൊരു പോരാട്ടമാണ്. രാജ്യത്തെ മതേതരത്വവും തമിഴ് വികാരവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഉൾപ്പെടുന്ന NDA സഖ്യത്തിന്റെ നീക്കങ്ങളെയും അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചു. തമിഴ് ജനതയുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ചെറുക്കേണ്ടത് അനിവാര്യമാണെന്നും അതിനായി ഇടത് DMK മുന്നണി ശക്തിപ്പെടണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ തമിഴ് മണ്ണും ഡൽഹി ഭരണവും എന്ന ചർച്ച ഇതിനോടകം സജീവമാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉയർത്തിയ പ്രാദേശികവാദത്തെ പ്രകാശ് രാജിന്റെ വാക്കുകളും ബലപ്പെടുത്തുന്നു. പുറത്തുനിന്നുള്ള ശക്തികൾ തമിഴ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണിവർ. ഡൽഹിക്കാരും തമിഴ്നാട്ടുകാരും തമ്മിലുള്ള പോരാട്ടമാണിതെന്ന് സ്റ്റാലിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ കേന്ദ്രമന്ത്രിമാരെയും മറ്റ് സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരെയും രംഗത്തിറക്കി കളം പിടിക്കാനാണ് NDA ശ്രമിക്കുന്നത്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച വിജയ് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. പ്രകാശ് രാജിനെ പോലെയുള്ള പ്രമുഖരുടെ വിമർശനങ്ങൾ വിജയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. സിനിമയിലെ വലിയ ആരാധക വൃന്ദം രാഷ്ട്രീയ വിജയത്തിലേക്ക് നയിക്കുമോ എന്ന ചോദ്യത്തിന് കാലമാണ് മറുപടി നൽകേണ്ടത്. എന്നാൽ MGRനും ജയലളിതയ്ക്കും ലഭിച്ചതുപോലുള്ള സ്വീകാര്യത സമകാലിക രാഷ്ട്രീയത്തിൽ ഒരു സിനിമാ താരത്തിന് ലഭിക്കുക എന്നത് പ്രയാസകരമായ ദൗത്യമാണ്. രാഷ്ട്രീയം എന്നത് കേവലം അധികാരത്തിലേറാനുള്ള വഴിയല്ല, മറിച്ച് ജനങ്ങളോടുള്ള വലിയ ഉത്തരവാദിത്തമാണെന്ന് പ്രകാശ് രാജ് പ്രസംഗത്തിൽ ആവർത്തിച്ചു. സിനിമ നൽകുന്ന ഗ്ലാമറിൽ മയങ്ങി ജനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. വരുന്ന തിരഞ്ഞെടുപ്പ് തമിഴ്നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നാണെന്നും വിവേകത്തോടെ വോട്ട് രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. വിജയ്ക്കെതിരായ പ്രകാശ് രാജിന്റെ ഈ കടന്നാക്രമണം വരും ദിവസങ്ങളിൽ തമിഴ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.